ഹലോ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ ഈ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഇരിക്കുന്ന ഒരു പഴയൊരു ഫോണാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം 2 വർഷമായി ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല. അതൊന്ന്. രണ്ടാമത്തെ കയ്യിൽ നല്ലൊരു ഫോൺ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ടും ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണവും ഈ വീഡിയോ എടുക്കാനുള്ള കാരണം വ്യക്തമായിട്ട് ഞാൻ പറയാം. വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഇപ്പോൾ. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ നാട്ടിലെ ഫ്രണ്ട്, എനിക്ക് നാട്ടിൽ ഏറെക്കുറെ എല്ലാവരെയും അറിയാമെങ്കിലും എനിക്ക് ഫ്രണ്ട്സായിട്ട് വളരെ കുറച്ച് വരെ ഉള്ളൂ. അതിലൊരാൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, എടാ നീ ഇങ്ങനെ ഇവിടെ ഷിപ്പിൽ ജോലി ചെയ്യുന്നതല്ലേ, നിറയെ ആൾക്കാർ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ യൂട്യൂബ് വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് നേരത്തെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടും ഞാൻ ഇവിടെ വന്നിട്ടും വീഡിയോകളൊന്നും കാണാത്തതുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചതാണ്. എന്തായാലും എന്നോട് അവൻ പറഞ്ഞത്, വീഡിയോ നീ ഇടണം, അവിടെയൊക്കെ പോയി പറ്റുന്ന വീഡിയോകളൊക്കെ ഇടുക, ഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇടുക എന്നൊക്കെ പറഞ്ഞ് അവൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അവൻ എന്നെ ഊക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതോ ശരിക്കും സപ്പോർട്ട് ചെയ്യാണെന്നോ എനിക്കറിയില്ല. എന്തായാലും 2 കാരണമായാലും കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ടല്ലോ. എൻ്റെ കൂടെ എനിക്കറിയാവുന്നുണ്ടായിരുന്നുള്ള വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി ഞാൻ മനസ്സിലാക്കിയത്, നമ്മളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാവും, നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കിട്ട് അടിക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാവും. അതിലൊരു ഫ്രണ്ടുണ്ട്. ഞാൻ 2022 ആദ്യമായിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്തത്. അത് വേറൊരു മലേഷ്യയിലാണ്. ആ ഷിപ്പ് കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് പോകാൻ പറ്റിയില്ല. 2 വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിൽ ഞാൻ പറ്റുന്ന ജോലിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവിങ്, പിന്നെ പെയിൻറ്റിങ്. ഞാനത് ഷിപ്പിൽ ജോലി ചെയ്തിട്ടും തിരിച്ച് നാട്ടിൽ വന്നിട്ട് എനിക്ക് തിരിച്ച് ഷിപ്പിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഈ ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നു. കൂലിപ്പണിയെല്ലാം ഞാൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഈ ഫ്രണ്ട് എന്നെ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കാണുകയാണ്. ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, ഈ പിക്കപ്പ് വാനാണ്, അപ്പോൾ ആ പിക്കപ്പ് വാനിൽ നിറയെ തെങ്ങും തൈയും അങ്ങനത്തെ ഒരു നഴ്സറിയിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവൻ ഇത്രയും നാൾ ഷിപ്പിൽ ജോലി ചെയ്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ തെങ്ങും ചെടികളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോകുന്നത് കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി. എന്നിട്ട് അവൻ എന്നോട് വന്ന് ചോദിച്ചത്, 2 ദിവസം കഴിഞ്ഞ് അവൻ എൻ്റെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് വന്ന് ചോദിച്ചത്, നീ ഷിപ്പിൽ തിരിച്ച് പോകുന്നില്ലേ, നീ ശരിക്കും പറയാളിയ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നീ ഷിപ്പിൽ ജോലി ഉണ്ടെന്നും പറഞ്ഞല്ലേ നീ കല്യാണമൊക്കെ കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഷിപ്പിൽ ജോലിക്ക് വേണ്ട ആവശ്യമില്ല. എനിക്ക് നാട്ടിൽ തന്നെ നിന്നാൽ എനിക്ക് പെണ്ണ് കിട്ടും. അതിന് ഷിപ്പിൽ തന്നെ ജോലിക്ക് വേണ്ട ആവശ്യമില്ല, കള്ളം പറഞ്ഞ് കിട്ടേണ്ട കാര്യമില്ല. അങ്ങനെ അവനത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കയറി കൊണ്ടു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനതൊന്നും മിണ്ടിയില്ല. ഞാനത് കാര്യമാക്കില്ല. എന്നെങ്കിലും ഇവനിത് മാറ്റി പറയും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പലയിടത്തും അവിടെ നിന്നും കളിയാക്കലുകളെല്ലാം കിട്ടിയെങ്കിലും എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ വൈഫും എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫ് ഏറെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മാരേജ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും പുള്ളിക്കാരത്തി എന്നെ കുറ്റപ്പെടുത്തി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു.
എന്താ പറയുക, എന്തായാലും സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സന്തോഷം തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണം. പിന്നെ ഞാൻ ഇവിടെ ഷിപ്പിന് ജോലിക്ക് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ കയറി ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കളിയൊക്കെ കൂട്ടുകാരനില്ലേ, അവനെ അത് കണ്ടു. അവനൊന്നും പറയാനില്ല. അപ്പോൾ അത് പോട്ടെ, അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ. എന്തായാലും ഇനി മുതൽ ഞാൻ നല്ല നല്ല കണ്ടൻറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.